ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ എന്താണ് ഈ കാട്ടുന്നത്? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അതായത് ഇങ്ങനെ ബിഷപ്പാന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നേയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ അല്ല, ഇപ്പോഴും ഞാൻ അങ്ങേരുടെ നല്ല വാക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കുന്ന ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ രേണുസുതി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ബിഷപ്പും പറയുന്നുണ്ട്, ഈ കിച്ചു എന്ന് പറയുന്നവൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ രാവ് പകൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ തെറ്റ് എന്താണ്? അതായത് എന്താണ് അത്രമാത്രം വലിയൊരു തെറ്റ്? അവന്റെ ജീവിതം മുഴുവൻ കൊളന്തോണ്ടുന്ന തെറ്റ് എന്താണ്? ആ തെറ്റൊന്ന് പറഞ്ഞു തരൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ ഒരു നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് എന്താ, ഇനി ഇവൻ രേണുവിനെ കയറി പിടിച്ചിട്ടുണ്ടോ, ഇനിയിപ്പോൾ രേണുവിനല്ല ഇവൻ വേറെ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോ? കാരണം അതാണല്ലോ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എന്താ വെച്ചാൽ, ഈ രേണു തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകൻ്റെ ചേട്ടനായി പോയി, നീ അതുപോലെ കണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ എന്താ കരുതേണ്ടത്? അതായത് ഈ ചെറുക്കൻ എന്തോ ഒരു പോകൃതരം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരും പറയില്ല, കൊന്നു വിട്ട് ഇവർ പറയില്ല. അതായത് ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിൽ, അതായത് ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്നുള്ള ഒരു പറയാതെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമില്ലേ, അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവര്. അതായത് ഒരു കഥ ഇങ്ങനെ മൊത്തത്തിൽ ആർക്കും മനസ്സിലാകത്തൂല, എന്നാലും എല്ലാവരും സംശയത്തോടു കൂടി നോക്കുന്ന അങ്ങനെ നോക്കുന്ന തരത്തില് അവനെ ഒരു വല്ലാത്ത പിടിച്ച. ഇനി അവനും ചോദിക്കാൻ കഴിയില്ല എന്താണ് ആ കേസ് എന്ന്, അവനും ചോദിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഞ്ചാവ് കേസാണോ, മയക്കുമരുന്ന് കേസാണോ, മദ്യമടി വെള്ളമടി കേസാണോ, ഇങ്ങനെ ഏത് കേസായി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അവനത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ ചെറുക്കൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ വളരെയധികം ഡീസൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴെന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് രേണു പറയുന്നത്, നീ എൻ്റെ മകൻ്റെ ജ്യേഷ്ഠനായിപ്പോയി, അതുകൊണ്ടാണ് നീ എന്നെ കൊണ്ട് പറഞ്ഞു പറയുകല്ലേടാ, അതായത് നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിച്ചു എന്ന് പറയുന്നവൻ എങ്ങനെയെങ്കിലും ആ വീടുമായിട്ടുള്ള ബന്ധം അങ്ങ് ഉപേക്ഷിക്കണം. അതാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ അച്ഛൻ കണ്ടോ, ഈ രേണുസുതിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ രേണുസുതിയെ പറഞ്ഞതിന് കണക്കുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി അച്ഛനെ വിളിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് കിച്ചു എന്ന് പറയുന്നവൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട് തന്നവരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒന്നും ആ ചെറുക്കൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ അച്ഛനെ തന്നെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് എന്നെ വലിച്ചിട്ട് കയറുന്നു. അച്ഛനെ ആര് വലിച്ചു കയറിയതാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് അച്ഛൻ തന്നെ ഉണ്ടാക്കുന്ന ഓരോരോ പ്രവൃത്തി, ഇതെന്ന് പറയുന്നത് ഒരു നീരാളിപ്പിടുത്തമാണ്. ആ ചെറുക്കൻ ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് അവരുടെ ആ ഒരു സങ്കേതത്തിൽ നിന്ന് പുറത്താക്കണം. അതിനു വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ, ചെറുക്കനും കൂടി അതിൻ്റെ അകത്ത് അവകാശമുണ്ട്. അപ്പം ആ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ്റെ മനസ്സിൽ പലതും ഉണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ പലതും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, അച്ഛന് രേണുസുതി എന്ന് വിളിക്കാം, രേഷ്മ തങ്കച്ചൻ എന്നല്ല വിളിക്കുന്നത്. പക്ഷെ കിച്ചുവിനെ അയാൾ രാഹുൽ ദാസ് എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അച്ഛൻ്റെ മനസ്സിലും പലതും ഉണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ അച്ഛൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അച്ഛൻ്റെ ഈ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായത്, ആ ചെറുക്കനെ അങ്ങോട്ട് കയറാൻ വിടാത്ത വിധത്തിൽ, അതായത് നാട്ടുകാർ വരെ പറയണം, എടാ നീ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബം സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഈ ചെറുക്കനെ അങ്ങ് നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം അങ്ങ് തീരുമാനിച്ചു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അത്ര ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് ഒത്തുതീർക്കാൻ വേണ്ടി വിടുവാടേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചെറുക്കൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങൾ ആ ചെറുക്കൻ പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിൽ, അതായത് ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരെ മാതാപിതാക്കളെ വരുത്തിക്കും. മാതാപിതാക്കളെ വരുത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അവരോട് പറയും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി വാൺ ചെയ്യും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വകയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളാണെങ്കിൽ അവർക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അവരിനിയിപ്പോൾ ഈ ഒരു കേസിൽ പെട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഫ്യൂച്ചർ തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വിളിപ്പിക്കും. കാരണം അവർ അന്വേഷിക്കും മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാണ്, നല്ല മാതാപിതാക്കളാണോ. അതിപ്പോഴും എന്ന് പറഞ്ഞ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്ന കാര്യം തന്നെയാണ്.
കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പോയിട്ട് പെട്ടുപോയ ആ കുട്ടിയെ ഇനി പൂർണ്ണമായിട്ടൊന്നും അല്ല അതിലേക്ക് തള്ളിവിടാതെ അവൻ ഏതെങ്കിലും തരത്തിൽ നന്നാകുന്നുണ്ടെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൺ ചെയ്ത് വിടാറുണ്ട്. ഇനി അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, അതെന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിലില്ലേ, അപ്പൊ ഇങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അച്ഛൻ പറയുന്നത് എന്താ വെച്ചാൽ എന്റെ കാര്യങ്ങൾ, അതായത് സ്റ്റേഷൻ തന്നെ വിളിച്ചു, ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമല്ല, ഒരു സഹോദരി അങ്ങ് അച്ഛനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒരു വോയിസ് ഇപ്പോഴും ലീക്കായിട്ടുണ്ട്. അതായത് ആ സഹോദരി ചോദിക്കുന്ന കാര്യമാണ്, അച്ഛോ എന്താണ് അവൻ ചെയ്ത പ്രശ്നം, അത് കൃത്യമായിട്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമന്റ് ചെയ്യണം. നിങ്ങൾ കിച്ചുവിന്റെ കൂടെയാണോ, അച്ഛന്റെ കൂടെയാണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ രേണുവിന്റെ കൂടെയാണോ, ആരുടെ കൂടെയായാലും ശരി, നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുവായിരുന്നു, ആരുടെ കൂടെയായാലും. ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാ പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട്, നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അനേകർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇവിടെ തന്നെ 10 കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. രാഹുൽ ദാസ് എന്ന് പറയുന്നത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധം. അച്ഛോ, എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരാ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നേ. ആഹാ. എന്റെ പേര് പ്രിയ എന്നാണ്. ആ അച്ഛോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരാ? എനിക്ക് ആളിനെ മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. ആ, എനിക്ക് മനസ്സിലായില്ല. എവിടുന്ന വിളിക്കുന്നത്, എന്താ വിളിക്കുന്ന കാര്യം? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നേ. ആ, അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. ഓ, എന്തായിരുന്നു മാറ്റർ? അച്ഛൻ അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. ഓ, എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോട് ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കത്തെ പോലെ. അച്ഛൻ ഞാൻ ഇപ്പോഴും ബഹുമാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അച്ഛോ, എന്തിനാ അച്ഛോ? പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാനൊക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മള് തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ചു, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് അതിന്റെ ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ, കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിങ്ങിൽ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് സിസ്റ്ററെ എവിടെ നിന്ന് പോലും അറിയത്തില്ല. ഒരു പരിചയമില്ലാത്തൊരു ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ. ഇല്ല, ഞാൻ അച്ഛാ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ, എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാനത് സിസ്റ്റർ ഇപ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്.
പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ അച്ഛാ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്, അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം ആ കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം, പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവൻ അവന്റേതായ തൊഴിൽ നോക്കി. ഞാൻ പറയും എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് ഒരു ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പറയത്തുമില്ല, നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെയാ സിസ്റ്റർ എന്നെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവന്റേതായ കാര്യം നോക്കി. അവനൊരു ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് അല്ലേ. തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ ക്യാൻസറിന് മെഡിസിൻ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോ അവരാണ് അത് പുറത്തു പറയേണ്ടത്. നോബിൾ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ, അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവൻ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താ, രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട, എഴുതാപ്പുറം വായിക്കുകയോ വേണ്ട. ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതമുള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം അങ്ങനെ ഞാൻ പറയും. പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസ്തുതിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചു. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ. അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദേശിക്കണം, ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകള് ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കാണുന്നില്ലേ? രേണുസ്തുതിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്നും പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചിട്ട് അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്തു പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇതിന്റെ കാര്യം ഇത് കൂടുതൽ അച്ഛനെ അറിയത്തില്ല. അതാണ് കാര്യം, അച്ഛനെ അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല. എന്റെ പൊന്നച്ഛ, ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്താണ് മേജർ പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന്. ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ വളരെ മോശമായിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി അവൻ ബിഗ് ബോസ് പോകുന്നതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നമെങ്കിൽ അവൻ പോയിട്ട് രക്ഷപ്പെട്ടോട്ടെ.
അവന് ബിഗ് ബോസ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അതിനെന്തിനാണ് ഇത്ര അസൂയയും കാര്യങ്ങളും? ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഇതാണോ ചെയ്യേണ്ടത്? അവൻ ചെയ്ത പ്രശ്നം എന്താണ്? അങ്ങനെയാണെങ്കിൽ തുറന്നു പറ. അല്ലാതെ എനിക്ക് ഫോണിലൂടെ തുറന്നു പറയാൻ പറ്റത്തില്ല, ലോകം തെച്ചും കാണുന്ന ചാനൽ വഴി പറയുന്നില്ലേ? അതായത് ചാനൽ വഴി വന്ന് പറയുന്നത് എന്താ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അതില് ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇനി എന്നാ പറയേണ്ടത്? ഇനി അവൻ തന്നെ വന്ന് ചോദിക്കണോ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന്? അവൻ തന്നെ ചോദിക്കണോ? ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതെന്തോ ഒരു വലിയൊരു പെണ്ണ് കേസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ വീട്ടിലെ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വലിയ കേസാണ്, അവൻ ആരിപ്പോകും, അത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇതെന്താ നമ്മൾ അർത്ഥാക്കേണ്ടത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുപോലെ തന്നെ ഈ സ്ത്രീ പറയുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രേണുസുധിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അച്ഛൻ കാണാറില്ലേക്കും. അച്ഛൻ പറയുന്നത് ഞാൻ കാണാറില്ല, ഞാൻ അങ്ങനെയൊന്നും ഇതാക്കാറില്ല എന്ന് പറയുന്നത് അത് ശരിയാണ്. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു വലിയ പ്രശ്നമാക്കണ്ട. കാരണം ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പാടില്ല. പിന്നെ അച്ഛൻ എന്തിനാണ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഇവര് പ്രാർത്ഥനയിൽ ചേരാന്ന് പറഞ്ഞു, അങ്ങനെ ചേരാന്ന് പറഞ്ഞുകൊണ്ട് രേണുസുധിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ രേണുസുധി വന്നു കഴിഞ്ഞാൽ ജൈവവചനം പറയുന്നതാണ് അച്ഛൻ പറയുന്നത്, ഒരു മാങ്ങാത്തൊലിയും പറയത്തില്ല, അത് ഉറപ്പാണ് നടന്നത്. പിന്നെ രേണു ദൈവവചനം പറയാനല്ലേ വരൂ. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തെങ്കിലും പൈസ ഒന്നും കൊടുക്കോ? അതായത് ഒരു ഷൂട്ടിന് തന്നെ 10, 2000, 3000, 4000 വാങ്ങിക്കുന്ന രേണു ഇപ്പം നിങ്ങളുടെ കൂടെ വന്ന് ദൈവവചനം പറയോ? ഒരിക്കലും പറയത്തില്ല. എൻ്റെ പൊന്നച്ഛ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾക്ക് ഈ ഫാദർമാരോടും അതുപോലെ മദറിനോട് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അവർ സമൂഹത്തിൽ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ള മതങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം ഇവർ ചെയ്യുന്ന ഒരുപാട് പുണ്യപ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ലോഹ ഇട്ടവരോടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്. അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഈ നോബിളച്ചനോട് ഭയങ്കര ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സുധീൻ്റെ മക്കൾക്ക് അങ്ങനെ സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലം കൊടുത്തു. അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ബഹുമാനം നമ്മൾ കളയരുത്. അത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ, ആ ചെക്കൻ ബിഗ് ബോസിൽ കയറുന്നതാണെങ്കിൽ അത് പറ. ഇനിയിപ്പോൾ ആ ചെറുക്കൻ ബിഗ് ബോസിൽ ഞാൻ കയറ്റത്തില്ല, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത് പറയണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ പറയണ്ടത്, ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് വല്ല ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ വരണേ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. ഇതൊന്നും നിർത്താൻ പോകുന്നില്ല, നിർത്താനും പറ്റൂല. ബൈ ബൈ.